മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് പേജ് നമ്പർ 15 ക്വസ്റ്റ്യനും പിന്നെ 16 17 രണ്ട് ക്വസ്റ്റ്യൻസുമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the price of 2 kilograms of orange and 3 kilograms of apple is 520 rupees. The price of 3 kilograms of orange and 2 kilograms of apple is 480 rupees. What is the price of each? നമുക്കിവിടെ 2 കിലോഗ്രാം ഓറഞ്ചിൻ്റെയും 3 കിലോഗ്രാം ആപ്പിളിൻ്റെയും വിലയാണ് തന്നിരിക്കുന്നത്, 520 rupees. അതേപോലെ 3 കിലോഗ്രാം ഓറഞ്ചിൻ്റെയും 2 കിലോഗ്രാം ആപ്പിളിൻ്റെയും വിലയാണ് 480 rupees തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് 1 കിലോഗ്രാം ആപ്പിളിൻ്റെയും 1 കിലോഗ്രാം ഓറഞ്ചിൻ്റെയും വില കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കണം. ഇക്വേഷൻ ഉണ്ടാക്കുന്നതിന് മുൻപേ നമുക്ക് ചെറിയൊരു സൈഡ് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഓറഞ്ചിൻ്റെ വില, ആപ്പിളിൻ്റെ വില, ടോട്ടൽ അല്ലേ, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓറഞ്ച് എത്ര കിലോ ആണ് വാങ്ങിയത്? 2 കിലോഗ്രാം ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ 3 കിലോഗ്രാം ആപ്പിൾ വാങ്ങിയിട്ടുണ്ട്. എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? 520 rupees കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മളിനി അടുത്തതായിട്ട് 3 കിലോഗ്രാം ഓറഞ്ചും 2 കിലോഗ്രാം ആപ്പിളും വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് 480 rupees നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ആദ്യം തന്നെ എഴുതി വെക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക. അപ്പോൾ ഇക്വേഷൻ എഴുതാൻ ഈസിയാണ്. അപ്പോൾ ഇവിടെ 1 കിലോഗ്രാം ഓറഞ്ചിൻ്റെയും 1 കിലോഗ്രാം ആപ്പിളിൻ്റെയും വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾക്ക് അറിയില്ല. അപ്പോൾ അറിയാത്ത കാര്യം, ഓറഞ്ചിൻ്റെ വില അറിയില്ല. അപ്പോൾ ഓറഞ്ചിൻ്റെ വില നമ്മൾ 1 കിലോന് X രൂപയാണെന്ന് വിചാരിക്കാം. അതേപോലെ 1 കിലോ ആപ്പിളിന് Y രൂപയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 2 കിലോഗ്രാം ഓറഞ്ചിന് എത്രയായിരിക്കും? 1 കിലോഗ്രാമിന് X രൂപയാണെങ്കിൽ 2 കിലോഗ്രാമിന് എത്രയാ? 2X. അതേപോലെ 3 കിലോഗ്രാം 1 കിലോഗ്രാമിന് Y rupees ആണെങ്കിൽ 3 കിലോഗ്രാമിന് 3Y. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 2 കിലോഗ്രാം let X be the price of 1 കിലോഗ്രാം ഓറഞ്ചാണ് ഫസ്റ്റ് ഇട്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഓറഞ്ച് X കൊടുക്കുക. അതേപോലെ ലെറ്റ് Y be the price of 1 കിലോഗ്രാം ആപ്പിൾ. ഓക്കെ, ഇനി നമ്മൾ എന്താക്കുക? ഇക്വേഷൻ എഴുതുക. 1 കിലോഗ്രാം ഓറഞ്ചിന് X രൂപയാണെങ്കിൽ 2 കിലോഗ്രാം ഓറഞ്ചിന് 2X അല്ലേ. ഫസ്റ്റ് ഇട്ടത് 2X പ്ലസ് 1 കിലോഗ്രാമിന് Y ആണെങ്കിൽ 3 കിലോഗ്രാമിന് 3Y ഈക്വൽ ടു 520 rupees. ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. ഇനിയോ അതേപോലെ സെയിം 3X പ്ലസ് രണ്ടാമത്തെ ഇക്വേഷൻ 2Y ഈക്വൽ ടു 480 rupees വരും. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് നോക്കുക. എക്സിൻ്റെ വേരിയബിളോ എക്സും വൈയും ഏതെങ്കിലും ഒന്ന് സെയിം ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വേരിയബിൾ പോയി കിട്ടും, എലിമിനേറ്റ് ആവും ഒരു വേരിയബിൾ. അപ്പം മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നും സബ്ട്രാക്ട് ചെയ്യോ ആഡ് ചെയ്യോ ചെയ്താൽ ഒന്നും പോകാനില്ല. അപ്പോൾ നമ്മൾ എന്താക്കും? 2വിന് എന്തുകൊണ്ടെങ്കിലും ഇൻറ്റു ചെയ്താൽ 3 കിട്ടുമെന്ന് ചെക്ക് ചെയ്യും. ഇല്ല, 2ഉം 3ഉം പ്രൈം നമ്പേഴ്സാണ്, അഭാജ്യ സംഖ്യകളാണ്. അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ വരില്ല. അപ്പോൾ തിരിച്ച് 1നെ നമ്മൾ ഇക്വേഷൻ 1നെ ത്രൂ ഔട്ട് 3 കൊണ്ട് ഇൻറ്റു ചെയ്യും. അതേപോലെ ഇക്വേഷൻ 2വിനെ ത്രൂ ഔട്ട് ഈ 2 കൊണ്ടും ഇൻറ്റു ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വേരിയബിൾ സെയിം ആയി കിട്ടും. എക്സിൻ്റെ വേരിയബിൾ സെയിം ആക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വേരിയബിൾ സെയിം ആയി കിട്ടാൻ വേണ്ടി ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് ഈ 3 കൊണ്ട്, ഈ എക്സിൻ്റെ കൂടെയുള്ള 3 കൊണ്ട് ഇൻറ്റു ചെയ്യും. അതേപോലെ ഇവിടെ ഈ എക്സ് സെയിം ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ എക്സിൻ്റെ കൂടെയുള്ള 2 കൊണ്ട് ഇതിനെ ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ് ഇക്വേഷൻ 1 ഇൻറ്റു ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2വിൻ്റെ കൂടെയുള്ള എക്സിൻ്റെ 3 കൊണ്ടാണ് ഇൻറ്റു ചെയ്യുക. ഇക്വേഷൻ 1 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 6x പ്ലസ് 9y ഈക്വൽ ടു
ഇതിന് 520നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1560. ഇക്വേഷൻ നമ്പർ 3 എന്ന് കിട്ടും. ഇനി അടുത്തത് ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 6x, ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ് 4y ഈക്വൽ ടു ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 960 അല്ലേ. ഇക്വേഷൻ നമ്പർ 4 വരും. ഇനി ഇതാ 6xഉം 6xഉം ഈക്വലായി വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏതാണ് വലുത്? ഇക്വേഷൻ 3 ആണ് വലുത് അല്ലേ. 3 മൈനസ് 4 ചെയ്യാം. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4. അപ്പോൾ 6x മൈനസ് 6x 0 ആയിപ്പോയി. 9y മൈനസ് 4y എന്താണ്? 5y ഈക്വൽ ടു ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 0 0 15 മൈനസ് 9 6 അല്ലേ. 600 വരും. അപ്പം 5y ഈക്വൽ ടു 600 വന്നു. അപ്പോൾ y ഈക്വൽ ടു 600/5 ഈക്വൽ ടു 120. അപ്പോൾ നമുക്കിവിടെ വൈൻ്റെ വാല്യൂ ആണ് കിട്ടിയത്. വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ വിലയാണ്. അപ്പോൾ 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വില എത്ര കിട്ടി? 120 രൂപ, 120 റുപ്പീസിന് കിട്ടി. ഇനി ഈ 120 എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ 1ലോ 2ലോ വൈൻ്റെ സ്ഥലത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 1ലാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇക്വേഷൻ 1 ഇതാണ് 2x + 3y = 520. അപ്പോൾ ഈ y കാണുന്ന സ്ഥലത്ത് നമുക്ക് y = 120 ഇപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് y = 120 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിരുന്നു? 2x + 3y 3 × 120 = 520. ഇതാണ് ഇക്വേഷൻ 1ൽ അപ്ലൈ ചെയ്തിട്ട്. ഇവിടെ 2x + 3 × 120 എത്ര വരിക? 360 അല്ലേ, ഈക്വൽ ടു 520. 2x = 520. ഈ പ്ലസ് 360 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 360 വരും. 2x ബാക്കി ഇവിടെ എഴുതാം. 2x = 520 നിന്ന് 360 മൈനസ് ചെയ്താൽ എത്ര രൂപ വരും? 160 റുപ്പീസ് അല്ലേ. 160 റുപ്പീസ് വരും. 2x = 160, x = 160/2 വരും. ഓക്കെ, അപ്പോൾ എത്ര വരും? 80 റുപ്പീസ്. അപ്പം 1 kg ആപ്പിളിന് ഓറഞ്ചിന് 80 റുപ്പീസും ആപ്പിളിന് 120 റുപ്പീസും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. പേജ് നമ്പർ 16ലുള്ള എ വയർ 1 meter long is cut into 2 pieces, one of which is bent into a square and the other into an equilateral triangle. 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeter. What are the length of the pieces? നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ മുൻപ് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ സ്ക്വയറിനും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനും സൈഡ്സിൻ്റെ ലെങ്ത്ത് സെയിം ആയിരുന്നു. പക്ഷേ ഇവിടെ അത് പറഞ്ഞിട്ടില്ല. ഒരു വയർ തന്നിട്ടുണ്ട്. ആ വയറിനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് സ്ക്വയറും മറ്റേത് ബെൻഡ് ചെയ്തിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 times the side of the square. ഒരു സൈഡിൻ്റെ 3 times ആണ്. 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeter. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് സ്ക്വയറിൻ്റെ സൈഡിൻ്റെ 3 ടൈംസും ഇക്വിലാറ്ററലിൻ്റെ സൈഡിൻ്റെ 2 ടൈംസും കൂടി ആഡ് ചെയ്താൽ 71 centimeter എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ പീസസ്, എത്ര പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പം നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം. നമ്മൾ ഒരു വയറിൻ്റെ എത്ര 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് വിചാരിക്കാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇതിന് എത്ര ലെങ്ത് ഉണ്ട്, അതേപോലെ ഇതിന് എത്ര ലെങ്ത് ഉണ്ട് എന്നാണ്. അപ്പോൾ ഒരു പീസ് ബെൻഡ് ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട്? സ്ക്വയർ ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒന്നിനെ 4 പീസാക്കണം, മറ്റേതിനെയോ 3 പീസാക്കണം. അതിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളുമായിട്ടാണ് കട്ട് ചെയ്തത്.
അപ്പം ഇതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ഒന്നും സെയിം അല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് പറയാത്ത സ്ഥിതിക്ക് നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആക്കിയിരിക്കാം അല്ലേ. ഒരു സൈഡ്, ആ സൈഡ് കൊണ്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നു, സൈഡിൻ്റെ ലെങ്ത്ത് എക്സ് ആക്കി എടുക്കാം. സൈഡിൻ്റെ ഒരു സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് എക്സ് ആക്കി എടുക്കുക. അതേപോലെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒരു സൈഡ് വൈ ആക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ 3 sides ഓഫ് വൈ 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 അല്ലേ, 3y വരും. ഇതിന് 4 sides ഉണ്ട്, അപ്പോൾ 4 sides എത്ര വരും? 4x വരും. ഓക്കെ, ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 1 meter ലോങ് ലൈനാണ് അല്ലേ. ഇത് 1 meter ആണ് ഈ ലൈനിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 1 meterനെ എത്ര വെച്ചിട്ടാണ് കട്ട് ചെയ്തതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഫസ്റ്റത്തെ ഒരു കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് എത്ര വെച്ചിട്ടാണ് കട്ട് ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എഴുതാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1 meter ആവുമല്ലോ അല്ലേ. 1 meter എന്ന് പറഞ്ഞാൽ ഹൗ മെനി സെൻറ്റിമീറ്റർ? 100 centimeter. 1 meter ഈക്വൽ ടു 100 centimeter. അപ്പോൾ ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. 1 meter ഈക്വൽ ടു 100 centimeter. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ എഴുതാൻ തുടങ്ങാണ്. ഇവിടെ 4 എക്സുകളാണ് അല്ലേ. സ്ക്വയറിന് ആവശ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്തത് എത്രയാണ്? 4 എക്സുകളാണ്. 4x പ്ലസ് 3y ഈക്വൽ ടു 100 centimeter. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, 4x പ്ലസ് 3y ഈക്വൽ ടു 100 centimeter. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3 times ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. സൈഡ് ഓഫ് ദ സ്ക്വയർ എത്രയാണ്? എക്സ് ആണ്. അതിൻ്റെ 3 times എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x പ്ലസ് 2 times ദ സൈഡ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് നമ്മൾ എന്താക്കി എടുത്തത്? y ആണ്. അതിൻ്റെ 2 times എന്ന് പറഞ്ഞാലോ 2y ഈക്വൽ ടു 71 centimeter തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സോ വൈയോ ഈക്വലാക്കി എടുക്കണം. എക്സും വൈയും ഈക്വലാക്കി എടുക്കാൻ ഇവിടെ 4ഉം 3ഉം ആണ് എക്സ്, ഇവിടെ 3ഉം 2 ആണ് വൈ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഇക്വേഷൻ്റെ വൈ ആണ് ഈക്വലാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. വൈ ഈക്വലാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം വൈ ക്യാൻസലായി പോകും. അപ്പം വൈൻ്റെ ഈ ഫസ്റ്റത്തെ ഇക്വേഷനെ ത്രൂ ഔട്ട് ഈ വൈൻ്റെ കൂടെയുള്ള 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേപോലെ സെക്കൻഡ് ഇക്വേഷനെ ഈ വൈൻ്റെ ഒപ്പമുള്ള 3 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. ഇതിനെ കോഎഫിഷ്യൻ്റ് എന്നാണ് പറയാം കേട്ടോ. ഈ വൈൻ്റെ കോഎഫിഷ്യൻ്റായ 3 കൊണ്ട് സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്യുന്നത് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ 2 കൊണ്ട്. ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ 8x പ്ലസ് 6y ഈക്വൽ ടു 200 എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. എന്താ ഇത് മൊത്തം 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. നമുക്ക് ഒരു ഒന്നാണ് സെയിം ആക്കേണ്ടതെങ്കിലും മൊത്തമായിട്ട് ഇൻറ്റു ചെയ്യണം ത്രൂ ഔട്ട്. ഇവിടെ അതേപോലെ ഈ 3 കൊണ്ട് ഈ ഇക്വേഷൻ നമ്പർ 2നെ ഇൻറ്റു ചെയ്യണം. ഇക്വേഷൻ നമ്പർ 2 ഇൻറ്റു 3 implies 3 3s are 9x പ്ലസ് 3 2s are 6y ഈക്വൽ ടു ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 230 അല്ലേ. അത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 3ഓ ഇക്വേഷൻ 4ഓ വലുത് വരുന്നത് ഇക്വേഷൻ 4 ആണല്ലേ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 3 ചെയ്യുന്നതിലൂടെ ഇതാണ് താഴത്തതാണ് മുകളിൽ വലുതായി വരുന്നത്. അപ്പം 9x 8x കുറച്ചാൽ എന്താണ്? എക്സ്. 6y മൈനസ് 6y എന്തായി? 0 ആയിപ്പോയി. 213 മൈനസ് 200 എത്രയാണ്? 13 അല്ലേ. 13 കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 13 കിട്ടി. അപ്പം എക്സ് 13 കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറിൻ്റെ 1 side ഓഫ് സ്ക്വയർ. 1 side ഓഫ് സ്ക്വയർ ഈക്വൽ ടു 13 centimeter. ദെൻ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ. ടോട്ടലിന് വേണ്ട, ലെങ്ത് ഓഫ് ദ വയർ ലെങ്ത് ഓഫ് ദ വയർ എത്രയായിരിക്കും? 13 into 4 equal to 52 centimeter അല്ലേ. 52 centimeter. ഇനി 1 മീറ്ററിൽ 52 centimeter ഇതിന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ഭാഗം ഉണ്ടാവും? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് കട്ട് ചെയ്തത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ.
എത്ര ഉണ്ടാകും? 48 സെൻറ്റിമീറ്റർ ആയിരിക്കും. 100 52 മൈനസ് ചെയ്താൽ എന്തായി? 52 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ലെങ്ത് ഓഫ് ദ വയർ ടു മേക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ equal to 100 minus 52. 100 minus 52 എത്രയാണ്? 48 അല്ലേ? 48 സെൻറ്റിമീറ്റർ. അപ്പം ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? എത്ര മീറ്റർ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്? 1 മീറ്ററിനെ 52 വെച്ചിട്ട് കട്ട് ചെയ്തു. അപ്പം ബാക്കി 48 വന്നു. 52ന് ഓരോ സൈഡും 13 ആക്കി കട്ട് ചെയ്തിട്ട് ബെൻഡ് ചെയ്തിട്ട് സ്ക്വയർ ഉണ്ടാക്കി. 48നെ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു സൈഡ് നേരെ എത്രയായിരിക്കും? 48/3 അല്ലേ? 48/3 എത്രയാണ്? അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദ വയർ ടു മേക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എത്ര എടുത്തിട്ടുണ്ടാവുക? 100 minus 52. 100 minus 52 എത്രയാണ്? 48 സെൻറ്റിമീറ്റർ. ഇത് തന്നെയല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, നമുക്കിവിടെ എക്സ് ഈക്വൽ ടു 13 കിട്ടിയിട്ടുണ്ട്. ഈ എക്സ് ഈക്വൽ ടു 13 എന്നുള്ള വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലോ 2ലോ കൊടുക്കുക. ഞാനിവിടെ 1ൽ എക്സിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുത്തു? 13 കൊടുത്തു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 4 × 13 + 3y = 100 വന്നു. 52 + 3y = 100. അതായത് 3y = 100 - 52. 3y = 48. y = 48/3 = 16. ഓക്കെ. അപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എത്ര? y എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് എടുത്തത്. അപ്പോൾ ആ സൈഡ് 16 കിട്ടി. ഇനി 16നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് 48 ആക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ എത്ര സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഈ ലൈനിനെ കട്ട് ചെയ്തതെന്നാണ് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇവിടെ 52 എന്ന് കിട്ടിയാൽ ടോട്ടൽ 1 മീറ്റർ ലോങ് ഉള്ള ലൈനാണ്. 1 മീറ്റർ മീൻസ് 100 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് ഇതുവരെ 52 ആണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയായിരിക്കും? 48 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഉള്ള ഉത്തരം നമ്മളിതാ ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. നമ്മൾ ക്വസ്റ്റ്യനുള്ള ആൻസർ ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ. ഇതുവരെ മതി. രണ്ടാമത്തെ വേരിയബിൾ കണ്ടുപിടിക്കാൻ പോകണമെന്നില്ല. ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 years ago, റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. 4 വർഷം മുൻപ് റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 3 times ആണ്. ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 2 times. 2 വർഷങ്ങൾക്ക് ശേഷം രാമുവിൻ്റെ ഏജിൻ്റെ ഇരട്ടിയായി റഹീമിൻ്റെ ഏജ്. വാട്ട് ആർ ദെയർ ഏജസ് നൗ? അവരുടെ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. നമുക്ക് 4 വർഷം മുൻപുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ചെയ്ത് നോക്കാം. അപ്പം നോക്കുക, 4 വർഷം മുൻപുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം 4 years ago രാമുവിൻ്റെ ഏജ് എത്രയാണ് നോക്കാം. രാമൂസ് ഏജ് 4 years ago റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. രാമുവിൻ്റെ ഏജിൻ്റെ 3 times ആണ് റഹീമിൻ്റെ ഏജ്. അപ്പം 4 years ago രാമൂസ് ഏജ് നമ്മൾ എന്തെടുക്കും? രാമൂസ് ഏജ് എക്സ് ആക്കി എടുക്കുക. രാമുവിൻ്റെ വയസ്സ് എത്ര ആക്കി എടുക്കുക? എക്സ്. അപ്പോൾ റഹീമിൻ്റെ ഏജോ? റഹീംസ് ഏജ് 3x അല്ലേ വരിക? 3 times the age of രാമു എന്നാണ്. അപ്പോൾ രാമുവിന് എത്ര ഏജ് ഉണ്ടോ അതിൻ്റെ 3 times ആണ് റഹീമിൻ്റെ ഏജ് വരിക. ഇനിയോ ആഫ്റ്റർ, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ആഫ്റ്റർ 2 years 2 വർഷങ്ങൾക്ക് ശേഷം. അപ്പം നമ്മൾ നോക്കുക, ആഫ്റ്റർ 2 years രാമുവിൻ്റെ ഏജ് ദിസ് വുഡ് ബിക്കം 2 times. രാമുവിൻ്റെ ഏജിൻ്റെ 2 മടങ്ങാകും റഹീമിൻ്റെ ഏജ്. അപ്പം 2 വർഷങ്ങൾക്ക് ശേഷം എന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് വെറുതെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം 2025 അല്ലേ? 2025 ഒരാളെ വയസ്സ്. ഇപ്പോൾ 4 വർഷം മുൻപ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2021 ഒരാളുടെ ഏജ്. 2021 2025 ആണ് ഇപ്പോൾ ഉള്ള ഏജ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനിയോ 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2027. ഓക്കെ. 2027 ഏജ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ
നമുക്ക് 2025 ഏജാണ് നമുക്കറിയാത്തത്. അപ്പോൾ 2021 രാമുവിൻ്റെ ഏജ് എത്രയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്? എക്സ് ആണ് അല്ലേ? അപ്പോൾ രാമുവിൻ്റെ 2025 ഏജ് എത്രയായിരിക്കും? എക്സ് പ്ലസ് 4 അല്ലേ? എക്സ് പ്ലസ് 4 അല്ലേ 2025? 4 വർഷം കഴിയുമ്പോൾ 4 വയസ്സ് കൂടൂലേ? ഇനിയോ 2027 രാമുവിൻ്റെ ഏജ് എത്രയാണ്? എക്സ് പ്ലസ് 6 അല്ലേ? ആ 4ൻ്റെ കൂടെ 2 കൂടി ആഡ് ചെയ്തിട്ട് 6 കിട്ടും. എക്സ് പ്ലസ് 6 ആവും. ഇനി അതേപോലെ തന്നെ റഹീമിൻ്റെ ഏജും കൂടുമല്ലോ അല്ലേ? അപ്പോൾ റഹീമിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2021 3x ആണ് അല്ലേ? 2021 റഹീമിൻ്റെ ഏജ് എത്രയാണ്? 3x. റഹീമിൻ്റെ ഏജ് 2021 3x. അപ്പോൾ റഹീമിൻ്റെ ഏജ് 2025 എത്രയായിരിക്കും? 2025 റഹീമിൻ്റെ ഏജ് 4 വയസ്സ് കൂടും അല്ലേ? അപ്പം 3x ആണ് 21. അപ്പോൾ 3x പ്ലസ് 4 ആവും. ഇനിയോ റഹീമിൻ്റെ ഏജ് 2027 എത്രയാവും? എത്രയായിരിക്കും? 3x പ്ലസ് 6 ആകും അല്ലേ? ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്ന് നോക്കൂ. 2021 രാമുവിൻ്റെ ഏജ് എക്സ്. ഇത് വെറുതെ എഴുതിയതാണ് കേട്ടോ. രാമുവിൻ്റെത് എക്സ്, റഹീമിൻ്റെത് 3x. ഓക്കെ. ആഫ്റ്റർ 2 ഇയേഴ്സ് രാമുവിൻ്റെ ഏജ് എക്സ് ആണ് അല്ലേ? അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമാട്ടോ. 2021 എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 2025 2027 എക്സ് പ്ലസ് 6 ആയിരിക്കും എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിനി എഴുതാൻ പോവാണ്. ആഫ്റ്റർ 2 ഇയേഴ്സ് രാമുവിൻ്റെ ഏജ് എത്രയായിരിക്കും? 2 വർഷങ്ങൾക്ക് ശേഷം. ഇത് ജസ്റ്റ് റബ്ബ് ചെയ്യാണ്. ആഫ്റ്റർ 2 ഇയേഴ്സ് 2 വർഷങ്ങൾക്ക് ശേഷം രാമുവിൻ്റെ ഏജ് എത്രയായിരിക്കും നോക്കാം. രാമൂസ് ഏജ് എക്സ് പ്ലസ് 6 ആയിരിക്കും. രാമൂസ് ഏജ് എത്രയായിരിക്കും? എക്സ് പ്ലസ് 6. ആഫ്റ്റർ 2 ഇയേഴ്സ് രാമൂസ് ഏജ് എക്സ് പ്ലസ് 6 ആയിരിക്കും. ഇങ്ങനെയാണ് വന്നത്, മനസ്സിലായല്ലോ. അപ്പം 2 വർഷം ഇപ്പോൾ ഉള്ള വയസ്സെത്താൻ നമ്മൾ 4 വർഷം കൂട്ടണം. ഇനി 2 വർഷങ്ങൾക്ക് ശേഷം എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെയും 2, അപ്പോൾ എക്സ് പ്ലസ് 6 കിട്ടും. അപ്പോൾ റഹീമിൻ്റെ ഏജ് എത്രയാണ്? അപ്പോഴുള്ള റഹീംസ് ഏജ് നോക്കാം. ആഫ്റ്റർ 2 ഇയേഴ്സ് റഹീംസ് ഏജ് ബിക്കം, രാമുവിൻ്റെ ഏജിൻ്റെ 2 ടൈംസ് എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 2 × x പ്ലസ് 6. രാമുവിൻ്റെ ഏജ് എത്രയാണ്? എക്സ് പ്ലസ് 6, 2 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ റഹീമിൻ്റെ ഏജ് എത്രയാണ്? 2 × x പ്ലസ് 6. ഓക്കെ. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് റഹീമിൻ്റെ ഏജ് കണ്ടുപിടിക്കാം. റഹീമിൻ്റെ ഏജ് 3x ആണ്. എപ്പോൾ? 4 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ റഹീമിൻ്റെ ഏജ് ഇപ്പോൾ എത്രയായിരിക്കും? 2 വർഷങ്ങൾക്ക് ശേഷം റഹീമിൻ്റെ ഏജ് എത്രയാണ്? 3x പ്ലസ് 6 അല്ലേ? അപ്പോൾ ഇവിടെ നിന്നും റഹീമിൻ്റെ ഏജ്, ഇവിടെ നിന്നും 3x പ്ലസ് 6 കിട്ടും. ഇവിടെയും റഹീമിൻ്റെ ഏജ് ഇതാ 2 × x പ്ലസ് 6. റഹീമിൻ്റെ ഏജ് 4 വർഷങ്ങൾക്ക് മുൻപ് 3x ആണ്. അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുകയാണെങ്കിൽ റഹീമിന് 2 വർഷങ്ങൾക്ക് ശേഷമുള്ള ഏജ് കിട്ടും. ഇവിടെയോ റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 2 ടൈംസ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 × x പ്ലസ് 6. അപ്പോൾ ഇവിടെ റഹീമിൻ്റെ ഏജസ് 2 തരത്തിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ. അപ്പോൾ റഹീംസ് ഏജ്, ഇവിടെ നിന്ന് റഹീംസ് ഏജ് എത്ര വരും? റഹീംസ് ഏജ് ആഫ്റ്റർ 2 ഇയേഴ്സ്. റഹീംസ് ഏജ് ആഫ്റ്റർ 2 ഇയേഴ്സ്. റഹീംസ് ഏജ് ആഫ്റ്റർ 2 ഇയേഴ്സ്. റഹീംസ് ഏജ് ആഫ്റ്റർ 2 ഇയേഴ്സ് ഈക്വൽ ടു എന്ത് വരും? റഹീംസ് ഏജ് ഇവിടെ 3x ആണ്. അത് 3x പ്ലസ് 6 എന്ന് വരും അല്ലേ? 3x പ്ലസ് 6 എന്ന് വരും. റഹീംസ് ഏജ് ആഫ്റ്റർ 2 ഇയേഴ്സ് 3x പ്ലസ് 6. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി എക്വേറ്റ് ചെയ്യാം. 2 × x പ്ലസ് 6ഉം 3x പ്ലസ് 6ഉം 2 തരത്തിൽ റഹീമിൻ്റെ ഏജാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം.
6. 3x plus 6 is equal to 2 into x plus 6. ഓക്കെ, ഇനി 3x plus 6 ഈക്വൽ ടു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, 2x plus 12 എന്ന് വരും. 2x plus 12. ഈ 2xനെ ഇങ്ങോട്ട് എടുക്കുക. ഇവിടെ 3x ഓൾറെഡി ഉണ്ട്. 2xനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് 2x ആവും. ഈക്വൽ ടു പ്ലസ് 12 ഇവിടെ ഉണ്ട്. ഈ പ്ലസ് 6 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 6 ആവും. 3xന്ന് 2x മൈനസ് ചെയ്താൽ x ഈക്വൽ ടു 6. എക്സ് ആരുടെ വയസ്സായിരുന്നു എടുത്തത്? രാമുവിൻ്റെ ഏജ്. എപ്പോൾ? 4 വർഷങ്ങൾക്ക് മുൻപ് അല്ലേ? 4 വർഷങ്ങൾക്ക് മുൻപ് രാമുവിൻ്റെ ഏജാണ് എക്സ്. അതാണ് നമുക്കിപ്പോൾ എന്ത് കിട്ടിയിരിക്കുന്നത്? x6 എന്ന് കിട്ടിയിരിക്കുന്നത്. 4 years ago രാമൂസ് ഏജാണ് 6 അല്ലേ? 4 years ago രാമൂസ് ഏജ് ഈക്വൽ ടു 6. 4 years ago രാമൂസ് ഏജ് ഇസ് ഈക്വൽ ടു 6. അപ്പം രാമൂസ് പെർസെൻറ്റേജ് എത്രയാണ്? രാമൂസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 6 പ്ലസ് 6ൻ്റെ കൂടെ എത്ര കൂട്ടണം? 4 കൂട്ടണ്ടേ? അപ്പോൾ 6 plus 4 ഈക്വൽ ടു 10. അപ്പം രാമുവിന് ഇപ്പോൾ എത്ര വയസ്സായി? 10 years ആയി. ഇനി റഹീമിൻ്റെ വയസ്സോ? റഹീംസ് 4 years ago റഹീമിൻ്റെ വയസ്സ് എത്രയാണ്? രാമുവിൻ്റെ വയസ്സിൻ്റെ 3 times ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? 4 years ago റഹീംസ് ഏജ്. 4 years ago റഹീംസ് ഏജ് എത്രയാണ്? 3x ആണ്. 3 into 6 അതായത് 18 years ആണ് റഹീമിൻ്റെ ഏജ് 4 വർഷം മുൻപ്. അപ്പോൾ റഹീംസ് പെർസെൻറ്റേജോ? റഹീംസ് പെർസെൻറ്റേജ് എത്രയാണ്? 18 plus 2 ഈക്വൽ ടു 18 plus 4 അല്ലേ? 4 വർഷം മുമ്പുള്ളല്ലേ? അപ്പം 18 plus 4 22 years. 22 വയസ്സാണ് റഹീമിന്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. തീർച്ചയായും ഒരു ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.